വർഷത്തിലേറെയായി സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ രാജ്യക്കാരായ പ്രവാസികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു നാമധേയമാണ് നാസ് വക്കത്തിൻ്റെത്. ഇടതുപക്ഷ പാരമ്പര്യവും ലോക കേരള സഭാംഗത്വവും എല്ലാം നെഞ്ചിൽ പേറുന്ന നാനാജാതി മതസ്ഥർക്കും സൗദി പൗരന്മാർക്കുമൊക്കെ പ്രിയങ്കരനാണ് ഈ മനുഷ്യസ്നേഹി. പ്രിയ നാസ് വക്കം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ താങ്കളുടെ ഊർജ്ജസ്വലമായ ഇടപെടലുകൾക്ക് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് അല്ലേ? ഞാൻ എത്തി മോനെ. പ്രവാസ ലോകത്തിന് ഇന്നൊരു അതിഥിയുണ്ട്. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ മുഴുവൻ ആ നാമധേയം സുപരിചിതമാണ്. സൗദി അറേബ്യ ഒട്ടാകെയും പ്രവാസി മലയാളികൾക്ക്, ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് ചിരപരിചിതവും സൗദി അറേബ്യയിൽ തന്നെയുള്ള വിദേശ എംബസികൾക്ക് പോലും പരിചിതവുമായ ആ നാമം വക്കം സ്വദേശിയായ ഒരാളുടേതാണ്. അദ്ദേഹം നാസ് ഷൗക്കത്ത് അലി എന്ന നാസ് വക്കത്തിൻ്റേതാണ്. അദ്ദേഹമാണ് ഇന്ന് പ്രവാസ ലോകത്തിൻ്റെ അതിഥി. നാസ്ക, ഒടുവിൽ നാട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനൊരു അവസരം കിട്ടുന്നത്. കുറേ നാളുകളായിട്ടുള്ള ബന്ധം, ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഞാൻ പലതവണ നാസ്കയോടൊപ്പം സൗദിയിൽ ദമാമിലുണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഇങ്ങനൊരു അവസരം തുറന്ന് സംസാരിക്കാനോ ഉള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഇദ്ദേഹം പെരുന്നാളായിട്ട് നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു അവസരം ഒരുങ്ങുന്നത്. നാസ്കയുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ അറിയാനുണ്ട്. ഒന്ന്, നാസ്ക സൗദി അറേബ്യ ഒട്ടാകെ, പൊതുവെ ലോകത്തുള്ള പല ഭാഗങ്ങളിലും നമ്മുടെ കേരളത്തിൻ്റെ തന്നെയുള്ള പ്രവാസികളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവർക്കും ഇത്രയും പരിചിതമാവാൻ കാരണം താങ്കൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്. അതിലേക്ക് എങ്ങനെയാണ് നാസ്ക എത്തിച്ചേരുന്നത്? എന്തായിരുന്നു അതിന് എന്തെങ്കിലും നിമിത്തങ്ങളുണ്ടോ? നിമിത്തം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതും. അത് ലോകത്തുള്ള എല്ലാ സാമൂഹ്യ പ്രവർത്തകരോടും മനുഷ്യരോട് തന്നെ എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം, എന്ത് വിഷയം നമ്മുടെ മുമ്പ് വന്നാലും എനിക്കെന്ത് ലാഭം, തനിക്കെന്ത് ലാഭം, ഈ ചിന്തയില്ലെങ്കിൽ നമുക്ക് ആർക്കും വിജയിക്കാവുന്നേ. നമുക്കെന്ത് ലാഭം എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ സ്വാർത്ഥന്മാരായിട്ട് മാറുന്നത്. ആ നിലയ്ക്ക് ഒരുപാട് അവസരം എനിക്ക് കിട്ടി, അത് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന, ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഉണ്ട്, അത് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരമൊരു കാര്യങ്ങൾക്ക് എളുപ്പം ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പ്രതികൂല സാഹചര്യം ഇപ്പോൾ അതില്ല. സൗദി അറേബ്യ സംബന്ധിച്ച് അവിടുത്തെ നിയമങ്ങൾ കുറച്ച് ടഫാണ് ആ കാര്യത്തിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചത് ഈസ്റ്റേൺ പ്രോവിൻസ് എന്ന് പറഞ്ഞ ഒരു മേഖലയാണ്, എംബസി ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ അവിടെ മാക്സിമം ഇപ്പോൾ എൻ്റെ ഈ ഇത്രയും കാര്യങ്ങൾ സൗദി അറേബ്യയിൽ മറ്റൊരു ആൾക്കും ഒരു സ്ഥലത്തും ചിന്തിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഈ പ്രോവിൻസ് എനിക്ക് ചെയ്യാൻ ഒരവസരം കിട്ടിയത്. അതിനവിടെയുള്ള ഒരുപാട്, നമ്മുടെ ജയിൽ മേധാവി, ഹോസ്പിറ്റൽ മേധാവി, ഇവരെയൊക്കെ എത്ര പൂഴ്ത്തിയാലും ഇന്നും അവരൊക്കെ 10-40 വർഷത്തെ സർവീസ് കഴിഞ്ഞ് റിട്ടയറായിട്ട് പോയിട്ടും ഇന്നും ഞാനോട്ട് സൗഹൃദമുണ്ട്. കാരണം അത്രയും എൻ്റെ കർമ്മങ്ങൾക്ക് അത്രയും ഒരു വില അവർ തരികയും, ഞാൻ ആ കാര്യത്തിൽ ഒരു കളവ് പറഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ എന്ത് തലമുണ കാര്യമാണെങ്കിലും കളവ് പറഞ്ഞൊരു സഹായം ഞാൻ നേടിയിട്ടില്ല. അത് എൻ്റെ ഞാൻ എല്ലാ സാമൂഹ്യത്തിനും ഉപദേശിക്കുന്നത്, നമ്മളൊരു കാര്യത്തിന് കളവ് പറഞ്ഞിട്ട് ഒരു സഹായം നേടരുത്. കാര്യം നാളെ നമ്മൾ പറയുന്ന കളവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരുടെ മുമ്പ് ഒരു കാര്യത്തിൽ പോകാൻ പറ്റില്ല. ആ ഒരു പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് സൂക്ഷിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും വർഷം ഇപ്പോഴൊക്കെ ഒരുപാട് ഓപ്പണായി. ഇപ്പോൾ ആർക്കും ഒരു ഇതൊന്നുമില്ല. പക്ഷേ എല്ലാ അഭിമാനത്തോടും അഹങ്കാരത്തോടും എനിക്ക് പറയാൻ പറ്റും, ഞാൻ മാത്രമല്ല, പക്ഷെ അതിലൊരു പഴക്കം വെച്ചിട്ട് ഞാൻ മുമ്പ് നിൽക്കുന്നേ ഉള്ളൂ. നമ്മളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അധ്വാനത്തിൻ്റെയും നമ്മളൊക്കെ വിയർപ്പിൻ്റെയും ഇന്ന് ആർക്കും വന്ന് ആരെയും സഹായിക്കുന്നൊരവസ്ഥയിൽ എത്തിപ്പെട്ടത്. നാസ്കയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മരണമടഞ്ഞവരുടെ, സൗദി അറേബ്യയിൽ വെച്ച് മരണമടഞ്ഞവരുടെ ദേഹം നാട്ടിലേക്ക് എത്തിക്കുകയോ അവരുടെ മരണാനന്തര ക്രിയകൾ സൗദിയിൽ തന്നെ നടത്തണമെങ്കിൽ അതും കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു നിയോഗം പോലെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളെ കൂടെ നടന്ന് കണ്ടിട്ടുണ്ട്. അതെന്താണ് ഇതിൽ മറ്റുള്ളവർക്ക് അപ്രാപ്യമായ പല വിഷയങ്ങളും നിങ്ങളവിടെ എന്തായിട്ട് കാണാം? എന്താണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്താണ്? അതിൻ്റെ മയ്യത്ത് എന്ന് വെച്ചാൽ നമ്മൾ
ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ മയ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മളതിനെ ശുശ്രൂഷിക്കാൻ എത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ നമ്മളെ സൗദി അറേബ്യയിലുള്ള ഏത് മയ്യത്തും നമ്മൾ കൈകാര്യം ചെയ്ത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രതീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, കൊറോണ ഫ്രം ദ ബിഗിനിങ് ഈസ്റ്റേൺ പ്രോവിൻസ് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഞാനവിടെ അത്ര ബന്ധമുള്ളതാണ്. അത് എൻ്റെ ജീവിതത്തിൽ ആ ഹോസ്പിറ്റലിൽ മാറ്റി നിന്നുള്ളൊരു ചരിത്രം എഴുതാൻ പറ്റില്ല. എല്ലാ ദിവസങ്ങളിലും ഞാനവിടെ പോകുന്നതാണ്. കാര്യം ഡെയിലി അവിടെ നിന്ന് മയ്യത്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് ദിവസം വിളിച്ച് എൻ്റെ അവിടുത്തെ ഹോസ്പിറ്റലിലെ മുതിർ വിളിച്ച് പറഞ്ഞാൽ സൈനിനൊക്കെ സംഭവമുണ്ട്, നീ വാന്ന് പറഞ്ഞ് ചെന്നു. ഇവിടെയുള്ള നമ്മുടെ ദമാം മോർച്ചയിൽ 96 മെയ്യത്തിൻ്റെ സ്പേസാണ് ഉള്ളത്. അപ്പോൾ അത് പകുതി 2 റൂമിലായിട്ടാണ്, പകുതി ഒഴിവാക്കി 48 മണി കഴിഞ്ഞപ്പോൾ അതും തീർന്ന് അവിടെയുള്ള മറ്റ് പ്രാന്തപ്രദേശങ്ങളിൽ അവിടെയുള്ള മറ്റ് മരണങ്ങൾ സംഭവിച്ച ബോഡികൾ മാറ്റി ഇവിടെ ഫുള്ളായി. അത് കഴിഞ്ഞപ്പോൾ ട്രെയിലർ 200 കിലോ മയ്യത്ത് കിടാവുന്ന ഫ്രീസർ കപ്പാസിറ്റിയുള്ള ട്രെയിലർ കൊണ്ട് 3-4 കൊണ്ടിട്ട് അതിലും ഫുള്ളായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു പാനിക് അവസ്ഥയാണ്. പിന്നെ കംപ്ലീറ്റ് തൂത്തുവാരിട്ട് മറ്റേർക്ക് അവർ ഭയങ്കര പ്രൊസീജിയറാണ്. നാട്ടിൽ നിന്ന് ഓർഷം വേണം, എംബസിലിട്ട് വേണം. പക്ഷേ എനിക്ക് ശരിക്കും കിട്ടിയൊരു അനുഭവം, ഒരു അവസരം ലോകത്തൊരു മനുഷ്യൻ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കൊറോണ ബോഡികൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് മുഖം വൃത്തിയാക്കിക്കൊണ്ട്, കാര്യം മുഖത്ത് ഇത് ആ കോലത്തിൽ തന്നെ പാക്ക് ചെയ്ത് കൊണ്ട് വെക്കുകയാണ്. ഇത് നോൺ മുസ്ലിമൊക്കെ പ്രത്യേക ഒരു മരുഭൂമി ഏരിയയിൽ കൊണ്ട് നടക്കാനും ഈ ഓരോ മുഖങ്ങളും എൻ്റെ കൈ കൊണ്ട് തന്നെ വൃത്തിയാക്കാനും അതിനുള്ളൊരു മനസ്സും എനിക്ക് ദൈവം തന്നു. വൃത്തിയാക്കുക, വീട്ടുകാർക്ക് ഫോട്ടോ എടുത്ത് കാണിക്കുക, മറ്റേ വീഡിയോ കപ്പാസിറ്റി ഉള്ളവർക്ക് അങ്ങനെ കാണിക്കുക. അങ്ങനെ എത്ര ഒരു ഷെവലിയർ ഡാനിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. പുള്ളിയാണ് സിയോൺ എന്ന് പറഞ്ഞൊരു ഒരു ക്യാൻസർ പേഷ്യൻറ്റ് സഹായിക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ സ്ഥാപക നേതാവാണ്. പുള്ളി അവിടെ വെച്ച് കൊറോണ വെച്ച് മരിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ മതചടങ്ങുകളോടുകൂടി തന്നെ ദമാം മോർച്ചറിയിൽ പുള്ളിയെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും അവിടെ നിന്ന് എൻ്റെ കൈകൊണ്ട് ഞാൻ നോൺ മുസ്ലിമിനെ ഇറക്കുന്ന മരുഭൂമിയിൽ ഞാൻ എൻ്റെ കൈ കൊണ്ടെടുത്താണ് കുഴിയിൽ വെച്ച് അടക്കാനുള്ളത്. ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ആ വിശ്വാസമാണല്ലോ എൻ്റെത്. അത് ഇന്നിപ്പോൾ ഞാൻ വന്നു, നമ്മുടെ റിയാസ് മിസ്റ്റർ നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മയ്യത്തിൻ്റെ കാര്യം, കൊല്ലം പരവൂരുള്ള കാര്യം പറഞ്ഞു. അത് ഇവിടെ നിന്നിട്ട് കൂടി തന്നെ അവധിയായിട്ട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റി. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുകയാണ് ഞാൻ. കാര്യം അതിൽ ഞാൻ എന്നും ദൈവത്തിന് സ്തുതി പറയുന്നതറിയാം. വീണ്ടും വീണ്ടും എനിക്ക് അവസരം തരുന്നതല്ല. റഫീഖ് എൻ്റെ കൂടെ വന്ന് കണ്ടതല്ലേ ആ മോർച്ചറിയും കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ ഒരു പ്രവാസിക്ക് ഇത്രത്തോളം ഇഴുകി ചേർന്നുകൊണ്ട് ഈ ഓഫീസേഴ്സുമായിട്ടും നമുക്ക് തരുന്നൊരു ഒരു 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 ബന്ധം, അതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. ഇപ്പോൾ നാസ്കയുടെ മുമ്പിൽ കൂടെ തന്നെയാണ് കേരളത്തിനും കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഈ സർക്കാർ കൊണ്ടുവന്ന ലോക കേരള സഭ. ലോക കേരള സഭയോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ ഒന്നിച്ചുകൂടുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ പലപ്പോഴും കൂടുതൽ മനുഷ്യരായിട്ട് ഇടപെടുന്നത് ഈ ലോക കേരള സഭ വന്നപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ നമ്മളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ടെന്ന് അറിയുന്നത് പോലും ചിലപ്പോൾ ലോക കേരള സഭ. എന്താണ് ലോക കേരള സഭയുടെ ഒരു ഇത് നാസ്ക? അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്നെപ്പോലുള്ള ആൾക്കാരാണ്. കാര്യം ഇപ്പോൾ സഖാവ് പിണറായിൻ്റെ കാലം വന്ന് ലോക കേരള സഭ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതൊരുപാട് ഒരു എന്താ പറയേണ്ടത്, അതിന് പകരം വയ്ക്കാൻ ഒരു സംവിധാനം ലോകത്ത് മറ്റ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ നോർക്കയുമായിട്ടുള്ള നമ്മളെ കാര്യങ്ങളിൽ അവർ കണ്ടുപഠിച്ച് അവരങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരവസ്ഥയിൽ ആ ഒരു പ്രവാസ വകുപ്പ് എത്തിക്കാൻ അതിന് ഞാൻ സല്യൂട്ട് ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ ജസ്റ്റ് നമ്മൾ ഗ്രൂപ്പാണ്, ഒരു കുടുംബ ഗ്രൂപ്പാണ് ലോക കേരള സഭയുടെ ആ ഗ്രൂപ്പിനകത്ത് എനിക്ക് നോക്കാൻ നേരമില്ല. ഇതിനകത്ത് തന്നെയും നമ്മളവിടെയുള്ള കൂട്ടത്തിലുള്ള സഖാക്കൾ, നമ്മളെ ആൽബിന്, സുനിൽ മുഹമ്മദ്, അവരൊക്കെ അതിനകത്തൊരു ഒരു മെസ്സേജ് വന്ന് അപ്പോൾ അവർ എന്നെ വിളിച്ച് പറയും, നാസ്ക ഒരു കാര്യം വന്നു, നമുക്ക് സഹായിക്കാൻ പറ്റുന്നു. നമുക്ക് അത്രയും ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് മരണപ്പെട്ടപ്പോൾ അന്ന് ഫ്രാൻസിൽ എംബസിയിൽ നമ്മൾ ദമാമിൽ നിന്ന് പോയ, റിയാദ് എംബസിയിൽ നിന്ന് പോയ ഒരു പവൻകുമാർ സാറായിരുന്നു അവിടുത്തെ ഫസ്റ്റ് സെക്രട്ടറി. ജസ്റ്റ് ആ ഒരു നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു. 24 മണിക്കൂറിൻ്റെ പുള്ളി NOC കൊടുക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരെ നമുക്ക് കോൾ വരുന്നുണ്ട്, ഒരാവശ്യം വരുന്നുണ്ട്, നമ്മളൊരു ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പ് കണക്കാണ് ലോക കേരള സഭ മെമ്പർമാർ നമ്മളിപ്പോൾ കഴിയുന്നത്. പെർമനൻറ്റ് മെമ്പർമാർ, ഇൻവൈറ്റുകളും കഴിഞ്ഞുപോയ മെമ്പർമാർ, ആ ബന്ധം നിലനിർത്തുന്നു. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ എത്ര അപ്രിഷ്യേറ്റ് ചെയ്യാൻ മതി വരുന്നതല്ല അത്രയ്ക്കും.
കാരണം നമ്മൾ നിസ്സാരമായിട്ട് ആൾക്കാർ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഈ കഴിഞ്ഞ ലോകസഭയിൽ മറ്റ് പൊളിറ്റിക്സ് പാർട്ടികളൊക്കെ സഹകരിച്ചപ്പോഴാണ് അവർക്കും വല്ലാത്തൊരു ആവേശമാണ്. നമ്മളൊരു കമ്മിറ്റിയൊക്കെ ദമാമിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റ് പാർട്ടികളും മറ്റ് രാഷ്ട്രീയ നിലപാടുള്ളവരൊക്കെ ഈ കാര്യത്തിലൊന്നാണ്. അത്രത്തോളം അതിനൊരു വില മതിക്കാത്ത സാധനമാണ്. ഇപ്പോൾ നാലര പതിറ്റാണ്ടായി സൗദി അറേബ്യ. ഈ 4.5 പതിറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് പ്രവാസികളുമായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ ഇടപെടലുകൾ പലതവണ മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ കുറേ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈവൻ സെപ്റ്റംബർ 11 ഇഷ്യൂ തന്നെ, അപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ലോക്കലൈസേഷൻ, നിതാക്കത്ത് പോലുള്ള പ്രശ്നങ്ങൾ, അതിനിടയിലൊക്കെ മാറി വന്നിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ചേഞ്ചുകൾ, ഗവൺമെൻറ് പ്രവാസി അനുകൂല പോളിസികളിലേക്ക് കുറേ മാറി വന്നിട്ടുണ്ട്. എന്താണ് അതിനെ മാറ്റങ്ങളെ വിലയിരുത്തുന്നത് ഈ 4.5 പതിറ്റാണ്ടിൻ്റെ അനുഭവം വെച്ച്? ഓക്കെ, നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ നിതാക്കാത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചായിരുന്നു ഹുറൂബ് ആൻഡ് ഇക്കാമ എക്സ്പയർ. നമ്മുടെ ആളുകൾ ശരിക്കും പറഞ്ഞ എംബസിക്കകത്ത് വെച്ച് അന്ന് ഞാൻ ഓർക്കുന്നു, വയലാർ രവി സാറ് സൗദി ഇന്ത്യൻ എംബസിയിൽ വരുമ്പോൾ നമ്മളെയൊക്കെ സാമീപ്യത്തിലൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഉറൂബ് നിതാക്കാത്ത് എന്നും പറഞ്ഞ് അന്ന് നിതാക്കാത്തില്ല, ഉറൂബ് ഇക്കാമ എക്സ്പയർ എന്നൊരു ഇഷ്യൂ അവിടെ റേസ് ചെയ്ത്, അത് അറിയാത്ത കുറേ സാമ്യപ്രവൃത്തി അതിനെക്കുറിച്ച് ഉറൂബിൽ പിടിച്ച് അങ്ങനെ ഇതായി. അപ്പോൾ ഞാൻ അവിടെ കൃത്യമായിട്ട് എൻ്റെ നിലപാട് മിനിസ്റ്ററൊക്കെ ഞാൻ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എംബസിക്ക് അകത്ത് വെച്ച് ഹോളിൽ വെച്ചാൽ നമ്മുടെ കാരണമല്ലാതെ ഇക്കാമ എക്സ്പയർ ആവുന്ന ഒരാളിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൗദി ഗവൺമെൻറ് നിർബന്ധമായ റിക്വസ്റ്റ് കൊടുക്കുക, താക്കീത് കൊടുക്കണം. താക്കീതിൻ്റെ വാക്ക് ഉപയോഗിച്ചു. അതിൽ മനസ്സിൽ ഞാനവിടെ ഒരു സംസാരം ഉണ്ടായി, ഞാൻ സോറി പറയണം. ഞാൻ പറഞ്ഞില്ല, അതാണ് എൻ്റെ ന്യായം. കാരണം എനിക്ക് ഇക്കാമ എക്സ്പയർ ആക്കാനുള്ള പെർമിഷൻ എനിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 100% ഞാൻ കുറ്റക്കാരനാണ്. ഇപ്പോൾ സ്പോൺസർ പൈസ ഇല്ല, സ്പോൺസർ ചെയ്യില്ലെങ്കിൽ എനിക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ എനിക്ക് എക്സിറ്റ് അടിക്കാമല്ലോ. ആ ഒരു റൈറ്റ് ഇല്ലാത്തവരോട് എങ്ങനെയാണ് എന്നെ ശിക്ഷിക്കപ്പെടുന്നത്? അങ്ങനെ നമ്മൾ തമ്മിൽ എംബസിക്കാർ സംസാരങ്ങളുണ്ടായി. അത് നിതാക്കാത്ത് നിന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാര്യം നിതാക്കാത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആനുകൂല്യത്തിൽ നമുക്ക് തനാസിൽ മാറാം, അടുത്ത സ്പോൺസറെ കണ്ടുപിടിക്കാം. അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറി. ഒരുപാട് മാറി. പിന്നെ ഹുറൂബ് എന്ന് വെച്ചാൽ സത്യസന്ധമായ ഒരുപാട് ഉറൂബ് കൊണ്ട് കഷ്ടപ്പെട്ട ഒരുപാട് സൗദികളുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനം അവൻ വലിയ പ്രതീക്ഷയോട് തുറക്കുന്നു, നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നു. ആ സ്ഥാപനം അവനും പണി പിടിച്ച് സ്ഥാപനം ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ ഇവർ അതേ കണക്ക് ഉറവായി പോയാൽ അവൻ കുത്തുവാടെടുക്കുകയല്ലേ. അത് ഞാനാണ് സ്ഥാപനം മുതലാളി, ഞാൻ എന്ത് ചെയ്യും? അതേ അവരും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഉറൂബ് അതിൽ ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് വെച്ചാൽ ഉറൂബായാൽ കൃത്യമായിട്ട് എംപ്ലോയിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അവൻ അപ്പോഴേ നേരെ ലേബർ കോർട്ടിലോ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ പരാതി കൊടുക്കാം, ഞാൻ ഉറൂബല്ല, ഞാൻ അവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ പിന്നെ പുതിയ കിവ പോർട്ട് വഴിയുള്ള കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നമ്മൾ ഇക്കാമ എക്സ്പയർ ആവുകയാണെങ്കിൽ 2 മാസം ഒരു ലിമിറ്റഡ് പീരീഡിനകത്ത് നമുക്ക് തനാസിൽ മാറാം. അതല്ലെങ്കിൽ ഇപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് മിക്കവാറും മുഹൂർത്തത്തിലൂടെ ആകുമെന്നാണ് അറിയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോകാനുള്ള ഒരു സംവിധാനം മറ്റ് ഗൾഫ് കൺട്രിമാർ വരാൻ പോകുന്നതാണ് കേട്ടു. അത് ഇതുവരെയ്ക്ക് ഇംപ്ലിമെൻ്റ് ആയില്ല, ആകും. കാരണം നമുക്ക് തനാസിൽ മാറാം, നമുക്ക് എക്സിറ്റ് അടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്പോൺസർ കീഴിൽ മാറാം. ഗവൺമെൻറ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൗദി ഗവൺമെൻറ്റും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലിമിറ്റ് പീരീഡിനകത്ത് ഇല്ലീഗലാകാതെ അയാൾ പോകട്ടെ, അല്ലെങ്കിൽ അയാൾ തനാസിൽ മാറട്ടെ, അല്ലെങ്കിൽ അയാൾ പുതിയ കഫീലിനെ കണ്ടുപിടിക്കട്ടെ, നാട്ടിൽ പോട്ടെ. ഈ ഒരു ഇതിൽ വരുമ്പോൾ അങ്ങനെ ഒരാളില്ല. ഇപ്പം നിലവിൽ 15 വർഷം, ഇപ്പോഴും 15 വർഷം 20 വർഷമായിട്ട് നാട്ടിൽ പോകാതെ ഇക്കാമ എക്സ്പയർ ആയി. ഇപ്പോൾ ഈ റീസെൻ്റ് ഒരു ഹൈദരാബാദി ഏകദേശം 10 വർഷത്തിൽ നാട്ടിൽ പോകാതെ ഫാമിലി പ്രശ്നമായി അവിടെ മരിച്ചു. ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പ് മയ്യത്ത് അടക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അത് ഒഴിവാകും. മറ്റുള്ളവർക്ക് അപ്രാപ്യമായ പല വിഷയങ്ങളും നിങ്ങളവിടെ എന്തായിട്ട് കാണാം. എന്താണ് അതിൻ്റെ ഒരു ഇത്? ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ നിതാക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം തുടങ്ങുന്നതിന് മുമ്പ് എംബസി ഒന്നും അവിടെ നമ്മളെ പ്രൊവിൻസിൽ അമിതമായിട്ട് വരാൻ കഴിയുന്നൊരവസ്ഥയല്ല. എംബസി അവിടെ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ജയിൽ സന്ദർശിക്കണമെങ്കിൽ തന്നെ ഫോറിൻ മിനിസ്ട്രി ത്രൂ അപ്രൂവൽ മേടിച്ചിവിടെ വരാൻ. അതാണ് പോളിസി. അത് ലോകത്തെവിടെയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ സൗദി കൗൺസിലിലോ സൗദി എംബസിക്കൊക്കെ ഇവിടെ കേരളത്തിലോ മറ്റെന്ത് കാര്യത്തിന് വരണമെങ്കിൽ നേരത്തെ മിനിസ്ട്രിയിൽ നിന്ന് പെർമിഷൻ മേടിച്ച് വരാൻ കഴിയും. അത് തന്നെ അവിടുത്തെ നിയമം. അത്തരം സാഹചര്യങ്ങളിൽ യഥാർത്ഥത്തിൽ എംബസിയുടെ ഇടയിൽ അവർക്കൊരു ഭയങ്കര ആശ്വാസമായിട്ട്, കാര്യം നമ്മൾ ഡിപ്ലോമാറ്റിക് അല്ല, നമ്മളെ ഏത് സമയത്ത് അങ്ങോട്ട് കയറി പോവാം, ഏത് സമയത്ത് നമുക്ക് സഹായം, അതിന് പാകപ്പെടുന്ന മനസ്സുള്ള കുറേ ആളുകൾ
അവിടെ പോലീസിലാവട്ടെ, ലേബറിലാവട്ടെ, ഇമിഗ്രേഷനിലാവട്ടെ, എയർപോർട്ടിലാവട്ടെ, ശരിക്കും പറഞ്ഞാൽ അവരെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് അവരോടാണ് എൻ്റെ നന്ദി പ്രകടനങ്ങൾ. കാര്യം അത്രയും വലിയൊരു സഹായങ്ങൾ അവിടെ നിന്ന് നമുക്ക് കിട്ടി. കാര്യം എംബസി ത്രൂ ഒരു പക്ഷേ ആ മേഖലകളിലൊക്കെ എംബസിക്ക് മേളിലൊരു ഒരു 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 സൗഹൃദം തമാശ രൂപേണ തന്നെ എംബസി തന്നെ പറയുന്നതാണ് നാസ്ക ഈസ്റ്റേൺ പ്രൊവിൻസിലെ അംബാസഡർ എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. കാര്യം അവർക്ക് വരണമെങ്കിൽ ഡിപ്ലോമാറ്റിക് വേ ഉണ്ട്. അതിന് ഒരുപാട് കാലതാമസം വരും. ജസ്റ്റ് ഒരു കോളേജ് നാസിനെ വിളിക്കുമ്പോൾ ഞാൻ പോകുന്നു, എൻ്റെ സൗഹൃദത്തിൽ വളരെ ഈസി ആയിട്ട് കാര്യം നടത്തി കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബെനിഫിഷ്യറി, എന്നെപ്പോലുള്ളവരുടെ ബെനിഫിഷ്യറി എംബസി ഓഫ് അറിയാതാണ്. അതാണ് ഈ 4 പതിറ്റാണ്ട് കാലം ഈ നിത്താക്കാത്തിന് ശേഷം ഒരുപാട് ഫ്രീഡം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് സൗദിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാമൂഹ്യ സേവന രംഗത്ത് സൗദി അറേബ്യയിലെ മറ്റ് താങ്കളുടെ സഹപ്രവർത്തകരുടെ നീക്കങ്ങൾ എങ്ങനെയുണ്ട്? അവർ എത്രമാത്രം ഫലവത്താണ് അവരുടെ ഇടപെടലുകൾ? അതായത് സൗദി അറേബ്യ സംബന്ധിച്ച് നമ്മളൊരു പ്രൊഫഷണൽ ജോലി ചെയ്ത് വരുന്നതാണ്. ആ പ്രൊഫഷനാണ് നമ്മളെല്ലാം. ആ പ്രൊഫഷൻ വിട്ടൊരു പാടില്ല. നമ്മൾ പാസ്പോർട്ടിൽ എഴുതിയ പ്രൊഫഷൻ വിട്ടൊരു ജോലി ചെയ്ത് ഗുരുതരമായ കുറ്റമാണ്. അവരെ നാട് കടത്തുന്ന നിയമമുള്ള രാജ്യത്താണ് ഞങ്ങളെപ്പോലുള്ളൊരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്. എംബസിയുടെ ആരെയും ഒരു സഹായമില്ല. ആ കാലഘട്ടം, നമ്മൾ തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ചെല്ലുന്നു, പഠിച്ചതിനു വേണ്ടി ചെയ്യുന്നു, അത് ഓഫീസർമാർ വിശ്വസിക്കുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ നമ്മുടെ സൗഹൃദത്തിൽപ്പെട്ട എല്ലാ സോഷ്യൽ വർക്കേഴ്സിനും ഞാൻ പറയുന്നൊരു ഉപദേശം, നമ്മളെ സേഫ്റ്റി ഫസ്റ്റാണ്. നമ്മളെ സേഫ്റ്റി, നമ്മളെ ഇത് നോക്കാതെ ഒരു സഹായത്തിനും പുറപ്പെടരുത്. പലപ്പോഴും പലർക്കും അവിടെ അടി കിട്ടിയിട്ടുണ്ട്, ഉപദ്രവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം എംബസിക്ക് അങ്ങനെ ഒരു സൗദിയെ സംബന്ധിച്ച് അടി കിട്ടിയാൽ കിട്ടിയേനെ, കിട്ടാതെ നോക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. പക്ഷേ ഇന്നൊരുപാട് മാറ്റം വന്നു. ഇന്നിപ്പോൾ എംബസിക്ക് തന്നെ വാളണ്ടിയർ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എംബസിയുടെ പ്രവർത്തനം ജനങ്ങളിൽ ഇത്രയും ഫാസ്റ്റാക്കുന്നതും അനുഗ്രഹമാക്കുന്നതും ഈ സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള വോളണ്ടിയർ കമ്മിറ്റിയാണ്. എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ അപ്പോഴും ഇപ്പോഴും എന്നും പറയുന്നത് സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് നമ്മൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം. ഇനിയും നാസ്കയെ അറിയേണ്ടതുണ്ട്. നാസ്ക പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഗവൺമെൻറ്റും മറ്റ് ഗവൺമെൻറ്റുകളും ഇതുപോലുള്ള സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന, നിഷ്കാമമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കഴിവുകളെ തിരിച്ചറിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. നന്ദി.